ഹലോ എവരിവൺ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ് ആണിത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കേലാർ ഫീൽഡ് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് എന്താണ്, ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് മാക്സിമം ആകുന്നത് എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കും. ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് ആൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. ഒരു മെറ്റൽ റോഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിന്റെ ഒരു പോയിന്റിൽ നമ്മൾ നോൺ യൂണിഫോം ആയിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓരോ പോയിന്റിലും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഇതൊരു വൺ ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണെന്നും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇവിടെ നമുക്ക് വൺ ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എക്സ് ആക്സിസ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇതിന്റെ സ്കേലാർ ഫീൽഡ് നമുക്കറിയാം ടെമ്പറേച്ചർ ആണ്. അതിനെ നമുക്ക് ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനെ ഞാനൊരു ഡി എക്സ് ആയിട്ട് എടുത്തു. അതായത് ഞാനൊരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ ഡി എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ ഇവിടെ ഈ ഒരു സ്കേലാർ ഫീൽഡിനും എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഡി എക്സ് ചേഞ്ച് അതിന്റെ ഡിസ്റ്റൻസിന് ഉണ്ടാവുമ്പോൾ ഈ ഒരു സ്കേലാർ ഫീൽഡിനും ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതിനെ നമുക്ക് ഡി ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ആ ഒരു ചേഞ്ചിനെ നമ്മൾ ഡി ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ് വരിക, ഡി ടി ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാണ് വരിക. ഈ ഡി ടി ബൈ ഡി എക്സിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ എന്നാണ് പറയുക. ഓക്കെ, ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ ആണ് ഈ ഒരു ടി ഓഫ് എക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അലോങ് ദ ഡയറക്ഷൻ എക്സ് അല്ലെ. എക്സ് ഡയറക്ഷനിൽ ഈ ഒരു ടി ഓഫ് എക്സ് എന്ന് പറയുന്ന സ്കേലാർ ഫീൽഡിന് ഉണ്ടാവുന്ന ചേഞ്ചിന്റെ റേറ്റ്, അതാണ് നമുക്ക് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടറിലൂടെ കിട്ടുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ ഇവിടെ വരാൻ കാരണം ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഡി ടി എന്ന് പറയുന്ന എന്തിന്, ഡി എക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്ന് നമുക്കറിയാം അല്ലെ. കാരണം എന്താണ്, ഈ ഒരു ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചറിന് എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു വൺ ഡയമെൻഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഡി ടി നോർമൽ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മളൊരു 3 ഡയമെൻഷണൽ കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് നമ്മളൊരു റൂം നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ആണല്ലേ അത്. അവിടുത്തെ ഒരു ടെമ്പറേച്ചർ ആണ് നമ്മൾ സ്കേലാർ ഫീൽഡ് ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സും വൈയും ഇസഡും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ പാർഷ്യൽ ഡെറിവേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുക. പാർഷ്യൽ ഡെറിവേഷൻ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഡോ ബൈ ഡോ എക്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡും പാർഷ്യൽ ഡെറിവേറ്റീവും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, എങ്ങനെയാണ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് പാർഷ്യൽ ഡെറിവേഷൻ എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കുന്നത്. ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. Okay, let us begin by considering a 2-dimensional scalar field f of xy. നമ്മൾ f of xy ഒരു 2-dimensional scalar field യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിപ്പോ ഇവിടെ ഈ ഡെറിവേഷൻ നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസറിനെ നമുക്ക് സിംപ്ലി എന്താക്കിയാൽ മതി, 3 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ ആണ്. ഓക്കെ, ഈ രണ്ട് പോയിന്റിന്റെയും പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആർ ആണ്. ഇത് ആറും ഇത് ആർ പ്ലസ് ഡെൽറ്റ ആറും ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് എവിടെയാണുള്ളത്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫീൽഡിനാണുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ മനസ്സിലാക്കി വെക്കുക. നമ്മളൊരു സ്കേലാർ ഫീൽഡ് എടുക്കുകയാണ്, എഫ് ഓഫ് എക്സ് വൈ. അവിടെ രണ്ട് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, പി എന്നും ക്യൂ എന്നും പറയുന്ന പോയിന്റ്. അപ്പോൾ പി എന്ന് പറയുന്നത് എക്സ് വൈ ആണെങ്കിൽ കുറച്ചൊരു ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ചേഞ്ച് വന്നത് കൊണ്ടാണ് അവിടെ എന്ത്, ക്യൂ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പൊസിഷൻ വെക്ടറും
ആറും ഇതിനെ ആറും ഇതിനെ എന്താണ് നമ്മൾ ആർ പ്ലസ് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുന്ന ചേഞ്ചിനെ നമ്മൾ എന്താണ് ഡെൽറ്റ എഫ്, ഈ ഒരു എഫ് ഓഫ് എക്സിന്റെ ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടത്തെ ഒരു സ്കേലാർ ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്താൽ ക്യൂവിന്റെ സ്കേലാർ ഫംഗ്ഷൻ എന്തായാലും എങ്ങനെയായിരിക്കും എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ. അതായത് ഈ രണ്ട് പോയിന്റിന്റെ ഇടയിലുള്ള ചേഞ്ചിനെ അല്ലെങ്കിൽ ഡിഫറൻസിനെ നമുക്ക് എന്തെഴുതാം? ഡെൽറ്റ എഫിനെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷനിൽ നമുക്ക് എഴുതാം. ഇതിനെ നമ്മൾ 1.5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മൾ നമ്പറും കൊടുത്തു. അപ്പൊ നമ്മള് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ നമ്മുടെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിരുന്നാല് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കി പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിൽ വെക്കുക. നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫീൽഡ് കൺസിഡർ ചെയ്യാണ്. അവിടെ രണ്ട് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. പോയിന്റ് പി എന്ന് പറയുന്നത് എക്സ് വൈ, ക്യൂ എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ ആണ്. രണ്ട് പൊസിഷൻ വെക്ടർ ഉണ്ട്, ആറും ആർ പ്ലസ് ഡെൽറ്റ ആറും. പിന്നെ അവിടുത്തെ സ്കേലാർ ഫീൽഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. നമ്മള് ഈ ഒരു ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ ഈ ഒരു ടേമിനെ നമ്മൾ കയ്യിൽ നിന്നിടാണ്. ഈ ഒരു ടേമിനെ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യാണ്, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാണ്. അതായത് ആദ്യം നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? സബ്ട്രാക്ട് ചെയ്യാണ് എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ. പിന്നെ അതിനെ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ് എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഇതിന്റെ ഇടക്കോട്ട് കൊണ്ട് ആഡ് ചെയ്യാണ് അല്ലെ. ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാൻ ചെയ്യുന്നത് കൊണ്ട് ലിറ്ററലി ഇതിനെന്താണ് യാതൊരുവിധ മാറ്റം ഇക്വേഷനിൽ സംഭവിക്കുന്നില്ല. അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെയാവുന്നു? ഡെൽറ്റ എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഇവിടെ നമ്മൾ എന്തും കൂടെ ചേർത്തു? മൈനസ് എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് നമ്മൾ ചേർത്തു. അപ്പൊ അത് റൈറ്റ് ഹാൻഡ് സൈഡില് അത്രയും ഭാഗം എന്തായി? ഒരു സെക്ഷനായി. പിന്നെ അടുത്ത പ്ലസ് എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ്. ഇതപ്പോ റൈറ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് സെക്ഷനായി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1.5b എന്ന് വിളിക്കാം. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഈ രണ്ട് സെക്ഷനില് ഫസ്റ്റ് സെക്ഷനെ നമ്മൾ ഡെൽറ്റ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡെൽറ്റ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെറിവേഷൻ ആണ് നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു സെക്ഷനിൽ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെൽറ്റ വൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡെൽറ്റ വൈ വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഈ ഇക്വേഷൻ ഡെൽറ്റ എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ into delta x the whole divided by delta x plus f of xy plus delta y minus f of xy into delta y the whole divided by delta y. ഇതിനെ നമ്മൾ 1.5c എന്ന് വിളിച്ചു. ഇനി നമ്മള് ഈ ഒരു ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെയും ലിമിറ്റ് എടുക്കുകയാണ്. അതായത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ്. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഈ ഒരു സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ആ ലിമിറ്റിന് നമ്മൾ ഓരോ സൈഡിലും നമ്മൾ കൊടുക്കുകയാണ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ പാർഷ്യൽ ഡെറിവേഷന്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട്, അതായത് നമുക്ക് നിങ്ങൾ ഓൾറെഡി മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതായത് നമുക്കറിയാം പാർഷ്യൽ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ ബൈ ഡോ വൈ, അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്നറിയാം. ഓക്കെ, അപ്പോ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക പാർഷ്യൽ ഡെറിവേറ്റീവില്? ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലിമിറ്റ്
വൈ അതായത് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഇതാണ് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു സ്പെസിഫിക് ഇത് ആഡ് ചെയ്തത്, മൾട്ടിപ്ലൈ ചെയ്തത്, ഡിവൈഡ് ചെയ്തതൊക്കെ ഈ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ആ ഒരു ഫോമിൽ നിൽക്കാണ്. അതായത് നമുക്ക് ഈ ഒരു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഇത്രയും പോർഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. അതായത് ഇത്രയും ഭാഗത്തിന് പകരം ഈ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡോ വൈ ഡി വൈ എന്ന് നമുക്ക് എഴുതാം. അതായത് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ രണ്ട് ടേംസ് ഇതിന് പകരം എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എഫ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മറ്റേ ആ ടേമിൽ ഉൾപ്പെട്ടിരുന്നു. അതായത് ഈ ഒരു ടേം നമ്മൾ അതിന് പകരം എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയുള്ളത് ലിമിറ്റ് വൈ ടെൻസ് ടു 0 മാത്രമാണ്. ഇവിടെ അതേപോലെ ബാക്കിയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മാത്രമാണ്. മറ്റേ വലിയൊരു ടേമിന് പകരം നമ്മൾ ഡോ എഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡോ വൈ ഡി വൈ എന്നുള്ള ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഡെൽറ്റ വൈ ടെൻസ് ടു 0, ഡെൽറ്റ വൈ 0 ആവുകയാണ്. അതായത് ഈ ഡെൽറ്റ വൈ എന്ന് പറയുന്നതിന് നമ്മൾ 0 കൊടുക്കുന്നു. ഇവിടെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഇവിടെ ഡെൽറ്റ എക്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിമിറ്റിനെ നമുക്ക് കളയാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായി മാറാണ്? ഡോ എഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ എഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡോ വൈ ഡി വൈ ഇങ്ങനെ ആവുകയാണ്. അതായത് നമുക്ക് സിംപ്ലി ഇതിനെ എന്ത് വിളിക്കാം? ഡി എഫ് എന്ന് നമുക്ക് വിളിക്കാം. ഡി എഫ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിഫറൻസിയേഷൻ. അതായത് ഒരു 3 ഡയമെൻഷണൽ ഫംഗ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഡിഫറൻസിയേഷൻ എടുക്കുന്ന പോലെ അല്ല, ഈ ഒരു 3 ഡയമെൻഷണൽ ഫംഗ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഈ എക്സിന്റെ ഭാഗത്തെ ഡിഫറൻഷ്യലും നമ്മൾ കണ്ടുപിടിക്കണം, വൈന്റെ ഭാഗത്തെ ഡിഫറൻഷ്യലും കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഇതിനെ പാർഷ്യൽ ഡെറിവേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് അപ്പൊ ഈ ഡി എഫ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിഫറൻഷ്യൽ ആണ്. അതായത് എക്സിന്റെയും നമ്മൾ കണ്ടുപിടിച്ചു, വൈന്റെയും കണ്ടുപിടിച്ചു, എങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടല് കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ഡയമെൻഷണൽ സ്കേലാർ ഫീൽഡിന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചു. ഡി എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ. നമ്മളൊരു 2 ഡയമെൻഷനിലെ ആണല്ലേ ഇത്. 3 ഡയമെൻഷന്റെ കാര്യം എടുക്കുമ്പോഴോ അവിടെ ഒരു ഇസഡിന്റെ സംഭവം കൂടുതൽ കൊടുത്താൽ മതി അല്ലേ? എങ്ങനെയാ നമ്മൾ എഴുതുക? ഡി എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഡി ഇസഡ്. അങ്ങനെ നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യല് കണ്ടുപിടിച്ചു. ഇവിടെ കൊണ്ട് കഴിയുന്നില്ല. ഈ ഒരു ഇക്വേഷനെ അതായത് നമുക്ക് ഇപ്പുറത്തേക്ക് എഴുതാം അല്ലേ? അത് ഡി എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഡി ഇസഡ്. ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സംശയമുള്ളവര് ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് ഏതായിരിക്കും ആൻസർ കിട്ടുക? ഇതായിരിക്കും ആൻസർ കിട്ടുക. അതായത് ഈ ഒരു ഡി എഫ് ബൈ ഡി എക്സ് ഡി വൈ ഡി ഇസഡിനെ സെപ്പറേറ്റ് മാറ്റി ഐ ജെക്ക് കൊടുത്ത് എഴുതി. അതായത് ഒന്ന് ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാൽ മതി. എന്താണ് ഈ ഐയും കൂടെ ചെയ്യുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇത് പോകും, ജെ പോകും, ഇസഡ് പോകും. ബാക്കി ഉണ്ടാകുന്നത് ഡോ എഫ് ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഡി ഇസഡ് അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡി ആർ, അതായത് നമ്മുടെ ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ ഡി ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ആണെന്നറിയാം. ഡി ആറിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ
പ്ലസ് ഡി ഇസഡ് കെ എന്ന് എഴുതുന്നു. അപ്പോ ഈ ഇത്രയും ഭാഗത്ത് നമുക്ക് എന്ത് വിളിക്കാം? ഡി ആർ എന്ന് വിളിക്കാം. ഇനി ഈ ഒരു സംഭവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ക്ലാസ്സിന്റെ തുടക്കം തൊട്ട് നമ്മളൊരു ഡെൽ ഓപ്പറേറ്ററെ പറ്റി പറയുന്നുണ്ട് അല്ലെ? ഡെൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. അപ്പൊ ഇത് ഡെൽ ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഒപ്പം നമ്മൾ എഫും കൂടെ എടുത്താൽ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാ ഇവിടെ എഫും കൂടെ ഇട്ടാൽ മതി. കണ്ടില്ലേ? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ. ഇതല്ലേ ഈ സംഭവം? അപ്പോ നമുക്ക് ഇത് രണ്ടും അങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താല് ഈ ഡി എഫിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് ഡി ആർ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ ഈ ഒരു ഡെൽ എഫ് ആണ് എന്ത്? സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗ്രേഡിയന്റിലേക്ക് എത്താൻ വേണ്ടി അതിന്റെ ഒരു ഡെറിവേഷൻ ആണ് നമ്മളിപ്പോ ഇത്രയും നമ്മൾ ചെയ്തത് അല്ലെ? നമ്മളൊരു സ്കേലാർ ഫീൽഡ് കൺസിഡർ ചെയ്തു, 2 പോയിന്റ് കൺസിഡർ ചെയ്തു, അവിടുത്തെ സ്കേലാർ ഫീൽഡിന്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ കുറച്ച് എന്താ പറയാ ടേംസ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിനെ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണ്, നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും നമുക്ക് പരിചയമുള്ള സാധനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് നമുക്ക് കിട്ടി. അവിടെ നമുക്ക് ഈ ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് നമുക്ക് കിട്ടി അല്ലെ? അതായത് ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡി ആർ അല്ലെ? ഈ ഒരു സിമ്പലിനെ നമ്മൾ ഡെൽ എന്ന് പറയും. ഇതിനെ നമുക്ക് അല്ലെങ്കിൽ ഗ്രാഡ് എഫ് എന്ന് നമുക്ക് വിളിക്കാം കേട്ടോ. ഡെൽ എഫ് എന്നോ ഗ്രാഡ് എഫ് എന്നോ നമുക്ക് വിളിക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു ടേം ഡെൽ എഫ് എന്ന് പറയുന്ന ടേം ആണ് നമുക്ക് ആ സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് എന്നാണ് പറയുന്നത്. ഇനി ഇതിന് കുറച്ച് ഫിസിക്കൽ മീനിങ് ഉണ്ട്. അതെന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഈ ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് ഡി ആർ ആണ്. ഇതൊരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം എ ഡോട്ട് ബി എന്താണ്? മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി ഇൻറ്റു കോസ് തീറ്റ അല്ലെ? ഇങ്ങനത്തെ ഒരു സംഭവം നമുക്കറിയാം. അത് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. അതായത് ഡി എഫ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡി ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ അല്ലെ? ഡെൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗ്രേഡിയന്റ് ആണ്. ഡി ആർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പൊസിഷൻ വെക്ടറിന്റെ ചേഞ്ച് ആണ് അല്ലെ? കോസ് തീറ്റ, ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഇടക്കുള്ള ആംഗിൾ ആണ്. അപ്പോ ഇത് നമ്മുടെ ഒരു സ്കേലാർ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഡി ആർ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ആംഗിളിന്റെ അപ്പുറം എന്താണ്? തീറ്റക്ക് അപ്പുറം എന്താണ്? ഡെൽ എഫ് ആണ്. ഓക്കെ. ഇനി ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിള് 90 ഡിഗ്രി ആയി. 90 ഡിഗ്രി ആയി. 90 ഡിഗ്രി ആകുമ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്ന 90 ഡിഗ്രി. കോസ് തീറ്റ കോസ് 90 ആയാലും എത്ര? കോസ് 90 എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? കോസ് 90 0 ആണ്. ഇപ്പൊ ഡി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൊസിഷൻ വെക്ടറിന്റെ ചേഞ്ച് ഇങ്ങനെയും നമ്മുടെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ആ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ഡി എഫ് എന്ന് പറയുന്നത് എന്താണ്? സ്കേലാർ ഫീൽഡിന്റെ ചേഞ്ച്. സ്കേലാർ ഫീൽഡിന്റെ ചേഞ്ച് 0 ആയിരിക്കും. അതായത് ഇവിടെ സ്കേലാർ ഫീൽഡിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതായത് ഈ ഒരു ഗ്രേഡിയന്റ് സ്കേലാർ ഫീൽഡിന് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഈ സ്കേലാർ ഫീൽഡെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടിയ കാര്യമാണ് ഈ തീറ്റ എന്ന് പറയുന്ന 90 ഡിഗ്രി ആവുമ്പോൾ, അതായത് ഈ ഡി ആറിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഈ ഡെൽറ്റ എഫ് അല്ല കേട്ടോ, ഡെൽ എഫ് ആണ്. ഡെൽ എഫ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇവിടുത്തെ ഡി എഫ് എന്ന് പറയുന്നത്, അതായത് ഈ സ്കേലാർ ഫീൽഡിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കാര്യം തന്നെയാണ് ഇതാ ഇവിടെ പറയുന്നത്. ഈ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഡെൽ എഫ് ആ ഒരു സർഫസിനോ കർവിനോ നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് വരുന്നത്? സ്കേലാർ ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് വരുന്നത്. അത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി നമ്മൾ ഡി ആറിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കാണ്. ഈ ഡി ആറിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? തീറ്റ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ. തീറ്റ ചേഞ്ച് ചെയ്യാണ്. ഡി ആറിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡി ആർ കോസ് തീറ്റ
ഈ ഡി ആറിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അതായത് ഡി എഫ് ബൈ ഡി ആർ ആവുക. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? ഡെൽ എഫ് കോസ് തീറ്റയാണ് നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു തീറ്റയുടെ വാല്യൂ, ഓക്കെ, തീറ്റയുടെ വാല്യൂ ഇവിടെ 0 ആയാൽ, അതായത് ഈ ഒരു തീറ്റയുടെ വാല്യൂ നമുക്ക് 0 ആയാൽ നമുക്ക് എന്താ കിട്ടാം? തീറ്റ 0 1 എന്ന് പറയുന്നത് ഡി എഫ് ബൈ ഡി ആർ എന്ന് പറയുന്നത് ഡെൽ എഫ് ആണ് നമുക്ക് കിട്ടാം. അതായത് ഇതിന്റെ മാക്സിമം, അല്ലെ, മാക്സിമം ചേഞ്ച് വരുന്ന എവിടെയാണ്? തീറ്റ എന്ന് പറയുന്നത് 0 ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം ചേഞ്ച് ഇവിടെ വരുന്നത്. ഈ ഒരു ഡി എഫ് എന്ന് പറയുന്നത് ഇവിടെ മാക്സിമം ആണെന്ന് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഒരു ഗ്രേഡിയന്റിന്റെ കാര്യം, റേറ്റ് ഓഫ് ചേഞ്ചിന്റെ കാര്യം, ഈ ഗ്രേഡിയന്റ് എഫിന്റെ കാര്യമൊക്കെ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞിരുന്നു. നമുക്ക് ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇനിയിപ്പോ മാക്സിമം the maximum rate of increase of scalar field in space is along the direction of gradient of the field delta f and its magnitude. അല്ലെ, ആ ഒരു ഡെൽറ്റ എഫിന്റെ, അതെ, അതായത് തീറ്റ 0 ആവാന്ന് പറഞ്ഞാല് ഡെൽറ്റ എഫും ഡി ആറും സെയിം. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അതായത് തീറ്റ പെർപെൻഡിക്കുലർ ആവാന്ന് പറഞ്ഞാൽ ഡെൽറ്റ എഫും ഡി ആറും എന്താണ്? 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുക. ഇത് 0 ആകുക എന്ന് പറയുന്ന സെക്കൻഡ് കേസിൽ നമുക്ക് വരുന്നത് ഈ ഒരു ഗ്രേഡിയന്റും ചേഞ്ചും സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡി എഫ് കിട്ടുന്നത് മാക്സിമം ആയിരിക്കും. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് മാക്സിമം ആയിരിക്കും. അതായത് സ്കേലാർ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ ഗ്രേഡിയന്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് മാക്സിമം ആയിരിക്കും കിട്ടുക. ഇനിയിപ്പോ എത്രത്തോളം മാക്സിമം ആണ്, ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാണ്, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഗ്രേഡിയന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലായി ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നതിന്റെ രണ്ട് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു, അല്ലെ? ഡെൽ എഫ് ഡി ആർ കോസ് തീറ്റ, തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴുള്ള കേസ് നമ്മൾ പറഞ്ഞു, 0 ആകുമ്പോഴുള്ള കേസ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഡി ആർ എന്ന് പറയുന്നത്, ഡി ആർ എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റ എഫിന് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എഫിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉള്ളതെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഡി എഫ് ബൈ ഡി ആർ ഡെൽറ്റ എഫ് കോസ് തീറ്റയില് കോസ് തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആവുന്നു. കോസ് 180 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കറിയാം -1 ആണ്. അപ്പൊ ഡി എഫ് ബൈ ഡി ആർ എന്ന് പറയുന്നത് എന്തായിട്ട് വരുന്നു? മൈനസ് ഡെൽറ്റ എഫ് ആയിട്ട് വരുന്നു. അപ്പൊ ഇതെന്താണ്? ദിസ് ഈസ് ദെൻ the direction in which the rate of decrease of the field f is maximum. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡ് എഫിന്റെ റേറ്റ് ഓഫ് ഡിക്രീസ് മാക്സിമം ആയിരിക്കുന്ന കണ്ടീഷനാണ് തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കുന്നത്. അപ്പൊ തീറ്റ 0യുടെയും 90യുടെയും കണ്ടീഷൻ നമ്മൾ പഠിച്ചു. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് തീറ്റ 180 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആ ഒരു ഗ്രേഡിയന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് തരുന്നത്? മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കേലാർ ഫീൽഡ് ആണ് നമുക്ക് തരുന്നത്. ഇനി വേറൊരു കാര്യം നമ്മൾ പഠിച്ച എന്താണ്? ഈ ഡെൽ എഫിന്റെ, അതായത് ആ ഗ്രേഡിയന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കേലാർ ഫീൽഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇപ്പോ ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോ ഡെൽ ഫൈ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ ക്യാപ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇക്വേഷനും മറക്കാതെ പഠിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Determine the gradient of an arbitrary function f of x where r equal to x square plus y square plus z square the whole raised to 1/2. Use this to determine the gradient of the function phi of x y z equal to k by x square plus y square plus z square. Okay, അപ്പൊ ഇത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് തന്നേക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫൈ ഓഫ് ആർ, എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞ് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ആർ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഗ്രേഡിയന്റ്, അതായത് എഫ് ഓഫ് ആറിന്റെ ഗ്രേഡിയന്റ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫംഗ്ഷന്റെയും ഗ്രേഡിയന്റ് നമ്മൾ കണ്ടുപിടിക്കാം. അതായത് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കാം. എഫ് ഓഫ് ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിന്റെ ഗ്രേഡിയന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ എഫ് ഓഫ് ആറിനെ നമ്മൾ
ഫൈ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. അതായത് നമ്മൾ ലെറ്റ് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന പോലെ ഈ എഫ് ഓഫ് ആറിനെ ഞാൻ ഫൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽ ഫൈ ആണ്, അതായത് ഡെൽ ഫൈയുടെ ഗ്രേഡിയന്റ് ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തറിയാം, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഇക്വേഷൻ എന്താണ്, ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന എഫ് ആയതുകൊണ്ട് ഞാൻ എഫ് യൂസ് ചെയ്യാണ് കേട്ടോ. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ ക്യാപ്. ഈ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ എന്ന് പറയുന്നതാണ് ഡെല്ല്. അപ്പൊ ഈ ഫൈ എന്ന് പറയുന്നതിന് ഞാൻ ഇവിടെ എഫ് യൂസ് ചെയ്തത് ഫൈ ഈക്വൽ ടു എഫ് എന്ന് ഞാൻ ഓൾറെഡി എഴുതിയത് കൊണ്ടാണ് കേട്ടോ. ഈ ഫൈ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, ഒരു സ്കേലാർ ഫീൽഡ് എന്ന കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും ഡോ എഫ് ബൈ ഡോ ഇസഡും കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഈ ഒരു ഡെൽ ഫൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രേഡിയന്റ് കിട്ടും. അപ്പൊ ഈ ഡോ എഫ് ബൈ ഡോ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. നമുക്കൊരു ചെയിൻ റൂൾ ഉണ്ട്, അതായത് കാൽക്കുലസിൽ നമ്മൾ ചെയിൻ റൂൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്, ഇവിടെ ആർ എന്താന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ആ ചെയിൻ റൂൾ എഴുതാം. ഡോ എഫ് ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ഇതാണ് ആ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഡോ ആർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ ചെയ്തിട്ടുള്ള ഡോ എഫ് ബൈ ഡോ എക്സ് എന്നുള്ളത്. അപ്പൊ ഇത് ഓൾറെഡി കാൽക്കുലസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ആർ എന്താന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഡോ ആർ ബൈ ഡോ എക്സ് എന്താന്ന് നോക്കാം. ആർ എന്താണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2. ഇനി നമുക്ക് എന്ത് എഴുതാം, ഡോ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ റേസ് ടു, നമുക്കറിയാം അല്ലെ, എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു n-1 ആണ്. അതേപോലെ തന്നെ കണ്ടില്ലേ, ഇത് എന്നാണ് എൻ, ഇത്രയും ഭാഗം എക്സ് റേസ് ടു n-1, അതായത് 1/2 - 1 ഇൻറ്റു, ഇനി ഇപ്പൊ ഇവിടെ ഉള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, ഇതില് വൈയും വേണ്ട ഇസഡും വേണ്ട അല്ലെ, എക്സ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്, ഇവിടെ ഡോ എക്സ് ആണുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x എന്ന് കിട്ടും. ഇനി ഈ 1/2 - 1 എന്ന് പറയുന്നത് നമുക്ക് -1/2 ആണ് കിട്ടുന്നത്. അപ്പൊ അതിനെ നമുക്ക് താഴെ കൊണ്ടുപോകുന്നത് നമുക്ക് ആ ഒരു മൈനസ് നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു 2x എന്ന് നമുക്ക് കിട്ടും. ഇനി അറിയാം നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് പറയുന്നത് എന്താണ്, 6 തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തെഴുതാം, 2x ഡിവൈഡഡ് ബൈ 2r. അപ്പൊ എന്താണ്, 2 × 2 കട്ട് ചെയ്ത് പോയി നമുക്ക് കിട്ടി എക്സ് ബൈ ആർ എന്ന് കിട്ടി. അതായത് ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ബൈ ആർ കിട്ടി. അപ്പോ ഡോ എഫ് ബൈ ഡോ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ എഫ് ബൈ ഡോ ആർ ഇൻറ്റു എക്സ് ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ ഒരു ഡോ എഫ് ബൈ ഡോ ആർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് തെറ്റാണ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്നാണ് നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, ഇപ്പൊ എഴുതിയ അതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ച അതേ സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് അങ്ങനെ ഡോ എഫ് ബൈ ഡോ എക്സിന് കിട്ടുന്ന ഇക്വേഷൻ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡോ എഫ് ബൈ ഡോ വൈയും ചെയ്യണം. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ എഫ് ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡോ ആർ ബൈ ഡോ വൈ ആണ്. ഇപ്പൊ എന്താണ്, നമുക്ക് ചെയ്ത് നോക്കാം. ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2. അതിനെന്താ വരാ, 1/2 ഇൻറ്റു എക്സ്, ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു ഇതിന് സ്പീഡിൽ അങ്ങ് എഴുതാണ്, ഇസഡ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2 ഇൻറ്റു 2y അല്ലെ, ഇവിടെ y മാത്രം ചെയ്താൽ മതി. 2y, 2 × 2 കട്ട് ചെയ്ത് പോയി, ഇതിന് നമ്മൾ r ആയിട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, y ബൈ ആർ. അപ്പൊ നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നതിന് നമുക്ക് കിട്ടുന്നത് ഡോ എഫ് ബൈ ഡോ ആർ ഇൻറ്റു വൈ ബൈ ആർ. ഇതേപോലെ തന്നെ നമ്മൾ ഡോ എഫ് ബൈ ഡോ ഇസഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്, ഡോ എഫ് ബൈ ഡോ ആർ ഇൻറ്റു ഇസഡ് ബൈ ആർ അങ്ങനെ നമുക്ക് കിട്ടും. വൈ ബൈ ആർ ഡോ എഫ് ബൈ ഡോ വൈ ആർ, ഇസഡ് ബൈ ആർ ഡോ എഫ് ബൈ ഡോ വൈ ആർ. ഇനി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഡെൽ ഫൈയിലേക്ക് നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തു. കണ്ടില്ലേ, ഡോ എഫ് ബൈ ഡോ എക്സ് ഇരുന്ന സ്ഥലത്ത് എക്സ് ബൈ ആർ, ഡോ എഫ് ബൈ ഡോ ആർ ഇരിക്കുന്നുണ്ട്, ഐ ക്യാപ് പ്ലസ് അതേപോലെ തന്നെ ഇവിടെ വൈ ബൈ ആർ ഡോ എഫ് ബൈ ഡോ ആർ ജെ ക്യാപ്, ഇസഡ് ബൈ ആർ ഡോ എഫ് ബൈ ഡോ ആർ കെ ക്യാപ്. ഈ ഡെൽ ഫൈ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം, ഫൈ എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് ആർ ആയിട്ട് എടുത്തിരുന്നു. ഡെൽ ഫൈ എന്ന് പറയുന്നത് ഡെൽ ഓഫ് എഫ് ഓഫ് ആർ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്.
ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ്, ഈ ഡോ എഫ് ബൈ ഡോ ആർ എല്ലാത്തിലും ഉണ്ട് അല്ലേ, അപ്പൊ അതിനെ നമ്മൾ കോമൺ ആയിട്ട് അങ്ങ് പുറത്തെടുത്തു. പിന്നെ വേറെ എന്താണുള്ളത്, ആറാണ്, 1/r ആണുള്ളത്. അതിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്, 1/r ഡോ എഫ് ബൈ ഡോ ആർ ഇൻറ്റു പിന്നെന്താണുള്ള എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ അല്ലെ, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഈ സംഭവം ഇതെന്താണ്, ഇതെന്ന് പറയുന്നത് ആർ വെക്ടർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഞാൻ കുറച്ച് വൃത്തിയായിട്ട് ഇവിടെ എഴുതാം, ഞാനെല്ലാം ബ്ലോക്ക് ചെയ്യുന്നത്. ഡെൽ എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്, 1/r ഡോ എഫ് ബൈ ഡോ ആർ. ഇത്രയും ഭാഗം എന്താണ്, ആർ വെക്ടർ ആണ് അല്ലെ, ആർ വെക്ടർ. അപ്പൊ ഇതിനെ ഒന്നും കൂടെ ഓർഡർ ആക്കി എഴുതിയാൽ നമുക്ക് കിട്ടും ഡെൽ ഓഫ് എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ ആർ, ആർ വെക്ടർ ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഈ ആർ വെക്ടർ ഡിവൈഡഡ് ബൈ ആർ എന്താണ്, നമ്മുടെ ആർ ക്യാപ്പ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഡോ എഫ് ബൈ ഡോ ആർ ആർ ക്യാപ്പ് എന്ന് എഴുതാം. അതായത് ഗ്രേഡിയന്റ് ഓഫ് എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്, ഡോ എഫ് ബൈ ഡോ ആർ ആർ ക്യാപ്പ് ആണ്. എഴുതാം. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ. യൂസ് ദിസ് ടു ഡിറ്റർമൈൻ ദ ഗ്രേഡിയന്റ് ഓഫ് ദ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് വൈ സെഡ്. ഇത് നമുക്ക് ചെയ്യണം അല്ലെ. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അതാണ്. ഇനി എന്താണ് നമുക്കറിയാം, ഫൈ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ സെഡ് സ്ക്വയർ. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, എന്താണ്, ഇതിനെ നമുക്ക് ആർ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. കാരണം നമുക്കറിയാം ആർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സെഡ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2 എന്ന് പറയുന്നത് ആറാണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഫൈനെ എങ്ങനെ എഴുതാം, കെ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഗ്രേഡിയന്റ് ആണ്, ഡെൽ ഫൈ ആണ്. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഓഫ് ആർ അല്ലെ, ഡെൽ എഫ് ഓഫ് ആർ. ഇനി ഇതിനെയാണ് നമ്മൾ എഫ് ഓഫ് ആർ എന്ന് കൊടുത്തേക്കുന്നത് അല്ലെ. ഇനി ഡെൽ ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഡെൽ എഫ് ഓഫ് ആർ ആണ്. ഡെൽ എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ എന്താണ്, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്, ഡെൽ എഫ് ഓഫ് ആർ ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ ആർ ആർ ക്യാപ്. ഇതേപോലെ തന്നെ നമ്മൾ എഴുതുന്നു ഡോ എഫ് ബൈ ഡോ ആർ ആർ ക്യാപ്. ഇവിടെ എഫ് എന്താണ് നമുക്ക് കിട്ടിയത്, ഡോ ബൈ ഡോ ആർ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെ ബൈ ആർ സ്ക്വയർ, അതായത് കെ ബൈ ആർ സ്ക്വയർ അല്ലെ, കെ ബൈ ആർ സ്ക്വയർ. അപ്പൊ കെ നമ്മൾക്ക് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ പുറത്തേക്ക് എടുത്തു. 1/r സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് -2/r³ ആണ്. -2/r³ ഇൻറ്റു കെ. ഇനി നമുക്ക് അവിടെയുള്ള ആർ ക്യാപ്പും കൂടെ കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെക്ഷനും ചെയ്തു. രണ്ടാമത്തെ സെക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് സെക്ഷന്റെ ആൻസർ ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ ഇതാണ് ഒരു പ്രോഗ്രാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.